ഡ്രഡ്ജിങ് അതിന്റെ മുറയ്ക്ക് തന്നെ ആ രീതിയിൽ തന്നെ നടക്കണം. കാരണം ഇതൊരു കുറഞ്ഞൊരു ദിവസത്തേക്ക് മാത്രമാണ് ഈ ഡ്രഡ്ജിങ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അതിന് ഉള്ളിൽ തന്നെ ഈ ലോറി കിടക്കുന്ന ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് ഈശ്വർ മൽപ്പയെ ഉപയോഗിച്ചിട്ട് അവിടെ അത് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അഞ്ജു, ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കാണുന്നത് ഡ്രഡ്ജർ ഇന്നലെ അഞ്ജു ആവശ്യപ്പെട്ടതുപോലെ തന്നെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ തന്നെ അത് അവിടെ പ്രവർത്തിക്കുന്നു. അവരുടെ മുങ്ങൽ വിദഗ്ധർ എത്തിയിട്ടുണ്ട്. മാൽപ്പയ്ക്ക് അവിടെ അനുമതി നൽകിയിട്ടില്ല. അതൊരു കാരണവശാലും നിർത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മാൽപ്പ മറ്റൊരിടത്ത് ഇന്നലെ ഉണ്ടായ സ്ഥലത്ത് തെരച്ചിൽ നടന്നു. അത് തന്നെയല്ലേ കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്? അതെ അതെ, ഡ്രഡ്ജിങ് ഒരു ഭാഗത്ത്, ഡൈവിംഗ് ഒരു ഭാഗത്ത് നടക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. പ്രധാനമായും നമുക്കിപ്പോൾ സമയം കളയാനില്ല. അതാണ് അഞ്ജു നേരത്തെയും സൂചിപ്പിച്ചത്. ഇനി ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്ക് ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് എത്തി ഡ്രഡ്ജിങ് നടത്തട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിൽ ആ ഭാഗത്തു നിന്നിരുന്ന് ആദ്യം കയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം ബാക്കി അവശിഷ്ടങ്ങൾ, ലോറിയുടെ ഭാഗങ്ങളൊക്കെ അവിടെ തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഒരു കണ്ട ലോറി ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അതുപോലെയല്ല, അർജുന ലോറി വളരെ വലിയ തോതിൽ കേടുപാട് സംഭവിക്കാതെ അവിടെ തന്നെ താഴ്ന്ന് ആ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു റിസൾട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അഞ്ജു ഇവിടെ അർജുൻ അവസാനമായി ഉണ്ടായ ഒരു സ്ഥലം എന്ന നിലയിൽ കാണാൻ വന്നതാണ്. ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ എന്നാണ്? ഇന്നലെ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പം മക്കളൊക്കെ വീട്ടിലായതുകൊണ്ട് തിരിച്ചു പോകണം. ഹസ്ബൻഡും അനിയന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഇന്നത്തെ തെരച്ചിൽ തൃപ്തിയുണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ള ഒരു വൈകുന്നേരമാണ് കൂടുതൽ സാധ്യതകൾ. കാരണം വേലിയിറക്ക സമയത്താണ് ഒന്നുകൂടി സാധ്യതകൾ കൂടുതൽ ഉണ്ടാവുക. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.